ഈ പുറത്തുള്ള എല്ലാ ഫ്രസ്ട്രേഷനും കൊണ്ടുപോയി തീർക്കുക എവിടെയാ? പൊരന്റെ ഉള്ളിലാ, അല്ലേ? ഇല്ലേ? എല്ലാ യഥാപം കൊണ്ടുവന്ന് തീർക്കുക പൊരന്റെ ഉള്ളിലാ. പാടില്ല എന്നാണ് പറയുന്നത്. പരാതി കേൾക്കാറുണ്ട് പലപ്പോഴും, പേരന്റ് ഉള്ളിൽ പോയ ഒരു സ്വസ്ഥതയില്ല ഡോക്ടറെ എന്ന്. എന്തുകൊണ്ടാ? വീടിനകത്തേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കയറുക, സലാം അഭിസംബോധന ചെയ്ത് കയറുക, സലാം പറഞ്ഞുകൊണ്ട് സമാധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിച്ചുകൊണ്ട് കയറുക. കാരണം അങ്ങാടിയിലുള്ള പിശാചുക്കളൊക്കെ കൂടെ പോരുന്നുണ്ടാവും. അങ്ങാടിയിൽ നിന്ന് കിട്ടിയ പിശാചുക്കളൊക്കെ നമ്മളെ കൂടെ പോരും. അത് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ പിശാചുക്കളെ അകറ്റുവാൻ വേണ്ടി ബിസ്മി ചൊല്ലാനും സലാം പറയുമ്പോൾ സൈക്കോളജിക്കലി ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നെഗറ്റീവ് എനർജി. രണ്ടുപേർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ നെഗറ്റീവ് തോട്ട്സ് മാത്രം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ആ നെഗറ്റിവിറ്റി നമുക്ക് കിട്ടും. അതിനെയാണ് ഇവിടെ പൈശാചികതയുമായി നമുക്ക് കമ്പയർ ചെയ്യാം. ആ നെഗറ്റീവ് എനർജിയുമായി നമ്മൾ കയറുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലുമ്പോൾ, ബിസ്മി ചൊല്ലുമ്പോൾ, സലാം പറയുമ്പോൾ ആ നെഗറ്റീവ് എനർജി ഇല്ലാതെയായി പോവാം. അവിടെ പരസ്പരം മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവും, പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ തോറ്റു കൊടുക്കാൻ പഠിക്കണം, അല്ലേ? ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ മാതൃകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തുമായിരുന്നു പോലും. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്ര. ഓട്ട മത്സരം നടത്തിയതല്ല വലിയ കാര്യം. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തോറ്റു കൊടുക്കുമായിരുന്നു തന്റെ പ്രിയപ്പെട്ടവൾക്ക്. തോറ്റു കൊടുക്കാൻ നമുക്കൊക്കെ മടി. ആദ്യം മൂപ്പര് മിണ്ടട്ടെ, ആദ്യം ഓള് മിണ്ടട്ടെ. എത്ര ദിവസങ്ങളാ പിണങ്ങി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ? എത്ര ദിവസമാണ് ഭാര്യ ഭർത്താക്കന്മാരെ മിണ്ടാതെ ഭക്ഷണം കഴിച്ചിറങ്ങി പോവാ, ഒരു വാക്ക് പോലും അവളോട് മിണ്ടാതെ ഇരു റൂമുകളായി കിടന്നുറങ്ങി എത്ര ദിവസം കഴിച്ചു കൂട്ടുന്നുണ്ട്? തെറ്റാണ്, അനിസ്ലാമികമാണ്. അതിഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. മക്കൾക്ക് നൽകുന്നത് അതിദാരുണമായ ചിന്തകളാണ്, അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. കുട്ടികൾ കെട്ടാൻ താല്പര്യപ്പെടൂല. ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകളാ, എന്തിനാ ഡോക്ടറെ വേലിമ കിടക്കണ പാമ്പിനെടുത്ത് തലയിലിടണേന്ന്. എൻ്റെ ഉമ്മ എന്നെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയത് അമ്മാന്റെ അതാപ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. ഉപ്പാക്കും എന്നും ടെൻഷനും പ്രയാസം. എന്തിനാ കെട്ടണേ? ഒരു മോനും മോളും കൗൺസിലിങ്ങിന് ഉമ്മാനിപ്പാനി കൊണ്ടത് എന്തിനാണെന്നറിയോ? ഡോക്ടറെ ഇവരൊന്ന് പിരിച്ചു തരുമോന്ന് ചോദിച്ചിട്ട്. ആദ്യത്തെ അനുഭവമായിരുന്നു. അവസാനത്തേതുമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഉമ്മാനിപ്പാനി പിരിച്ചു തരുമോന്ന് ചോദിച്ചിട്ടേ. കാരണം എന്നും വീട്ടിൽ പ്രശ്നങ്ങളാ, ബഹളമാണ്, അനിസ്ലാമികമാണ്. അള്ളാന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തന്റെ ഭാര്യമാരെ അടിക്കുകയോ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന്.